നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന BDV ടെസ്റ്റുകളെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു BDV ടെസ്റ്റിനെ പറ്റി സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തിനാണ് ഈ ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമർ ഓയിൽ പ്രധാനമായും 3 കാര്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടിക്ക് വേണ്ടി, 2 എന്ന് പറയുന്നത് അതിൻ്റെ കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട്, 3 എന്ന് പറയുന്നത് അതിൻ്റെ ആർ കൊഞ്ചിങ് എഫക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യത്തിനാണ് പ്രധാനമായും ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഡിവൈസിനെ കൃത്യമായി ഇൻസുലേഷൻ പ്രോപ്പർട്ടി, അതായത് കൃത്യമായി ഇൻസുലേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കോയിൽ, നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കോയിലുകൾക്ക് വളരെ മികച്ച ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി കിട്ടുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ട്രാൻസ്ഫോമറിനെ അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി രണ്ടാമതായുള്ള പ്രധാന കാര്യമാണ് നമ്മുടെ കൂളിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോർമാറ്റിലായതുകൊണ്ട് തന്നെ ലിക്വിഡ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും അതിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിനുള്ളിൽ ഉണ്ടാകുന്ന ഓവർ ഹീറ്റിനെ വളരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും അടുത്ത ഒരു കാര്യമാണ് അതിൻ്റെ ആർ കൊഞ്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ എടുക്കുക. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഡിവൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പലതരത്തിലുള്ള ഫോൾട്ടുകളോ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് കൊണ്ടോ അല്ലെങ്കിൽ ഓവർ കറണ്ട് കൊണ്ടോ ഒക്കെ പലതരത്തിലുള്ള ആർക്കിങ്ങോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ആർക്കിങ്ങിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനും അതുമൂലമുണ്ടാകുന്ന തീപിടുത്തം അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ബേസ്റ്റിംഗ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം പരിഹാരം നേടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കാര്യത്തിനാണ് പ്രധാനമായും ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ ഈ ഒരു കാര്യം ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ, അതായത് ഈ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പെർഫോമൻസിനെ ഇത് വളരെ നന്നായി തന്നെ ബാധിക്കും. അതായത് നമുക്കറിയാം ഇപ്പോൾ ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഔട്ട്ഡോർ ട്രാൻസ്ഫോമറുകളാണ്. അപ്പോൾ ഈ ഔട്ട്ഡോർ ട്രാൻസ്ഫോമറുകൾ എപ്പോഴും സൺലൈറ്റ് ഏൽക്കുന്നുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഹൈ ഓക്സിജൻ ഹ്യൂമിഡിറ്റി ഉണ്ടാകാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് റെയിനെ, അതുപോലെ പലതരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ പുറത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ഒരു ട്രാൻസ്ഫോമർ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിരന്തരം ഏൽക്കുമ്പോൾ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പെർഫോമൻസ് കൃത്യമായി മനസ്സിലാക്കുകയും അത് നമുക്ക് ഉപയോഗയോഗ്യമാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ സേഫ്റ്റി സൈഡിലാണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പെർഫോമൻസിനെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് നമ്മളുടെ BDV അഥവാ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു BDV അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്? ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്നത് ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോമർ ഓയിലാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമർ ഓയിലിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി വോൾട്ടേജിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, അതായത് എത്ര വോൾട്ടേജ് ഈ ഒരു ഓയിലിന് താങ്ങാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഓയിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ ലളിതവുമായിട്ടുള്ള ഒരു ടെസ്റ്റും കൂടെയാണ് നമ്മളുടെ ഈ ഒരു BDV ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു BDV ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു BDV ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഉദാഹരണമായി ഒരു 2 കണ്ടക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് നമ്മൾ ഗ്രൗണ്ടിലേക്കും അടുത്തൊരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡ് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സിലേക്കും കണക്ട് ചെയ്യുന്നു, ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സിലേക്കും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ 2 കണ്ടക്ടറുകളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പുമുണ്ട്. നമ്മൾ ഈ ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും തോറും ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലക്ട്രോൺസിനെ ഒരു കണ്ടക്ടറിൽ നിന്നും മറ്റൊരു കണ്ടക്ടറിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു ഗ്യാപ്പിനെ ഭേദിച്ചുകൊണ്ട് ഒരു കണ്ടക്ടറിൽ നിന്നും മറ്റൊരു കണ്ടക്ടറിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുകയും അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലാക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ആയിരിക്കും ഈ 2 കണ്ടക്ടറുകൾക്കും ഇടയിലുള്ള ഗ്യാപ്പിലുണ്ടായ
ഉണ്ടായിരുന്ന ആ ഒരു എയറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളുടെ ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റ് ചെയ്യുന്ന BDV ടെസ്റ്റിലും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ടക്ടറുകൾക്കും ഇടയിൽ അവിടെ എയർ ഗ്യാപ്പിന് പകരം നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓയിൽ ഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോൺസിന് മറ്റൊരു കണ്ടക്ടറിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിലിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വാല്യൂവും കഴിഞ്ഞുള്ള ഒരു വോൾട്ടേജിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത കണ്ടക്ടറിലേക്ക് ഇത് പോയി ഒരു ആർക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു വാല്യൂ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിലിൻ്റെയും ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു BDV ടെസ്റ്റിൽ ചെയ്യുന്നത്. ഇനി BDV ടെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് നമുക്കൊരു BDV ടെസ്റ്റിംഗ് കിറ്റ് അവൈലബിൾ ആണ്, അതായത് ഒരു മിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു BDV ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ BDV ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു BDV ടെസ്റ്റ് കിറ്റിൻ്റെ അകത്ത് പ്രധാനമായുള്ളത് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെസലാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെസലിൻ്റെ ഉള്ളിലായിട്ട് 2 ഇലക്ട്രോഡ്സും കാണും. അപ്പോൾ ഈ ഒരു 2 ഇലക്ട്രോഡ്സും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 2.5 mm ഗ്യാപ്പ് ആയിരിക്കും. ഈ ഒരു ഗ്ലാസ് വെസലിനുള്ളിലേക്കായിരിക്കും നമുക്ക് ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നോർമലായിട്ട് 400 ml ഒക്കെയാണ് ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റിന് ആവശ്യമായിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത്. പല കമ്പനിക്ക് അനുസരിച്ച് അത് വേർതിരിച്ചിരിക്കും, മീൻസ് പലതായിട്ട് മാറിയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഓയിൽ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ആ ഓയിൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഗ്ലാസ് വെസലിനെ 1-2 തവണ അല്ലെങ്കിൽ 2-3 തവണ കൃത്യമായി ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതായത് ഒന്നുകൂടെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കുക. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓയിലിംഗ് ഈ ഒരു ഗ്ലാസ് വെസലിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസോ വാട്ടർ മോളിക്യൂൾസോ അങ്ങനെ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടിരിപ്പുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ടിനെ കാര്യമായി തന്നെ ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ 2-3 തവണ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഓയിൽ ഉപയോഗിച്ച് തന്നെ കൃത്യമായി ഇതിനെ വൃത്തിയാക്കിയെടുക്കുന്നത്. അതിനുശേഷം കൃത്യമായി ഈ ഒരു വെസലിലേക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിന് ആവശ്യമായ ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്യുകയും ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ ഒരു വെസൽ നമ്മുടെ ടെസ്റ്റിംഗ് കിറ്റിലേക്ക് വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമ്മളുടെ വോൾട്ടേജ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. നോർമലി പെർ സെക്കൻഡിൽ 2 to 3 kV ആയിരിക്കും ഇങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത്. അങ്ങനെ ഇൻക്രീസ് ആയി വന്ന് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ ബ്രേക്ക് ആകുകയും അതിലൂടെ ആർക്ക് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വാല്യൂ എത്രയാണ് എന്നുള്ളത് കൃത്യമായി ആ ഒരു മിഷൻ നോട്ട് ചെയ്യുകയും പിന്നീട് അതിനെ ആ ടെസ്റ്റിനെ തന്നെ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്യുക എന്നതിനർത്ഥം അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒറ്റത്തവണ ഈ ഒരു വാല്യൂ കിട്ടിയാൽ ആ ഒരു വാല്യൂ നമ്മൾ എടുക്കുകയില്ല. അതിന് പകരമായിട്ട് 5-6 തവണ കണ്ടിന്യൂസ്ലി ഈ ഒരു ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക, അതായത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ ആവറേജ് വാല്യൂ എടുത്തിട്ടായിരിക്കും നമ്മളുടെ ആ ഒരു ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു 6 തവണ നമ്മൾ ചെയ്യുന്ന റിസൾട്ടിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ആ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 30 kW കൂടുതലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി 30 kV അത് താഴെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമർ ഓയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി 30-50 മുകളിലൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമർ വളരെ മികച്ച ഒരു ട്രാൻസ്ഫോമർ ഓയിലാണ്, അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 30 kV താഴേക്ക് പോകുന്ന ട്രാൻസ്ഫോമർ ഓയിലുകളെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് വീണ്ടും നമ്മൾ ഡയറക്റ്റ്ലി ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഫിൽറ്റർ ചെയ്തതിന് ശേഷവും ഇതുപോലെ BDV ടെസ്റ്റ് ചെയ്ത് അപ്പോഴും നമുക്ക് 30 kV മുകൾ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ട്രാൻസ്ഫോമറിൽ പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ BDV ടെസ്റ്റിനെ പറ്റിയും BDV ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുമൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമായിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. എന്താണെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.